2.5 കൊല്ലത്ത് മന്ത്രിയായ സമയത്ത് നല്ല വികസനം ചെയ്തു. ലീഗ് ജയിച്ചിട്ട് എന്താ കാര്യം? ജയിക്കേണ്ടത് അഹമ്മദ് കോവിൽ. UDF സാധ്യത ഇതുവരെ LDF അല്ലേ വെച്ച് ഈ പ്രാവശ്യം UDF പക്ഷെ അവർക്ക് മുഖ്യമന്ത്രിയില്ലാതെ വേറെ സ്ഥാനത്ത് അവർക്ക് നിർത്താൻ കഴിയില്ല. ആ മണ്ഡലം പോകുന്നുള്ള ചുറ്റുപാടാണ് അവർക്കുള്ളത്. എനിക്കപ്പോ സർക്കാരിനെതിരാണല്ലോ ജനങ്ങൾ. അപ്പൊ ജനങ്ങളെത്തല്ലോ ഈ ഭരണത്തിന്റെ 10 കൊല്ലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളില്ല, ജനങ്ങൾക്ക് കോട്ടങ്ങളാണ്. എന്ത് പ്രവർത്തനം ഇവിടെ ഉണ്ടാക്കിയ റോഡല്ലേ UDF അല്ല, പിന്നെ വേറെ ആരും ഭരണം വേറെ. നമസ്കാരം. വേനൽ ചൂടിനൊപ്പം കേരളത്തിൽ നിയമസഭാ ചൂടും കനക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ്. കോഴിക്കോടിന്റെ നഗര ഹൃദയത്തിലാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം ഉള്ളത്. ഇവിടുത്തെ നിലവിലെ MLA എന്ന് പറയുന്നത് LDFന്റെ അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹം 2.5 വർഷം മന്ത്രിയുമായിരുന്നു. UDFന്റെ നിലവിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് സംബന്ധിച്ച സമവായമായിട്ടില്ല. എന്നാലും നിലവിൽ ലീഗിന്റെ കയ്യിലുള്ള ഒരു സീറ്റാണിത്. മുൻപ് MK മുനീർ ഇവിടെ ലീഗിന്റെ UDFന്റെ MLA ആയിട്ട് വരികയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് UDFന്റെ പട്ടികയിൽ ആദ്യം കേൾക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. BJP ആണെങ്കിൽ കൗൺസിലറായിട്ടുള്ള റിനീഷിനെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും കോഴിക്കോട് സൗത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇരു മുന്നണികൾക്കും വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത്. UDFന്റെയും LDFന്റെയും എല്ലാം MLA-മാർ മാറി മാറി ഭരിച്ചിട്ടുള്ളൊരു ചരിത്രമാണ് കോഴിക്കോട് സൗത്തിന് പറയാനുള്ളത്. ഇത്തവണ കോഴിക്കോട് സൗത്തിൽ നിന്ന് ആരായിരിക്കും കേരള നിയമസഭയിലെത്തുക? എന്താണ് കോഴിക്കോട് സൗത്തിന്റെ മനസ്സ് പറയുന്നത്? മറുനാടൻ കോഴിക്കോട് സൗത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. അഹമ്മദ് ദേവർകോവിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജയിച്ചു പോയത്. പക്ഷെ അദ്ദേഹത്തിനെ വെച്ച് എത്തുമ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ദേവർകോവിൽ നല്ല ആളാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എവിടെയും എല്ലായിടത്തും ആൾക്കാരായിട്ടുള്ള ബന്ധം സൗത്തിൽ അദ്ദേഹം ജയിക്കും അല്ലേ? നമ്മളെ പ്രതീക്ഷ LDF ദേവർകോവിൽ ജയിക്കാനാണ് സാധ്യത. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നല്ല വ്യക്തിയാണ്. നല്ല വ്യക്തിയാണ്, വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2.5 കൊല്ലത്ത് മന്ത്രിയായ സമയത്ത് നല്ല വികസനം ചെയ്തു. MLA എന്നുള്ള നിലയ്ക്ക് എങ്ങനെ? എല്ലാവർക്കും ആണ്. UDFന്റെ സ്ഥാനാർത്ഥി MK മുനീർ ആയിരിക്കുന്നതാണ് പറയുന്നത്. വലിയ പ്രതീക്ഷ കുറവാണ്. പ്രതീക്ഷ കുറവാണ്. LDF ആണ് ജയിക്കാൻ സാധ്യത. ദേവർകോവിൽ ആണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഒന്നും നോക്കാനില്ല. 5 വർഷമായിട്ട് ഒരു മന്ത്രി എന്ന നിലക്കും ഒരു MLA എന്നുള്ള നിലക്കും ഇവിടെ ചെയ്ത ഈ ഭാഗത്ത് മാത്രം, എന്റെ പ്രദേശത്ത് മാത്രം ചെയ്തിട്ടുള്ള വികസനം, അതാണ് അതിന്റെ പ്രത്യേകത. ഒരു മന്ത്രി നിലയ്ക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു 100%. 100%. അപ്പൊ അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും. ലീഗിന് സാധ്യതയൊന്നുമില്ല. ലീഗ് ജയിച്ചിട്ട് എന്താ കാര്യം? ലീഗ് ജയിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ജയിക്കേണ്ടത് അഹമ്മദ് കോവിൽ, ദേവർകോവിൽ. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ UDF സാധ്യത. ഇനി പിന്നെ ദേവർകോവിൽ ഒരുപാട് പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ജയിച്ചുകൂടാന്നും സാധ്യത ഇല്ലാന്നില്ല. ദേവർകോവിൽ MLA എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? അതുണ്ട്. ഉണ്ട്. കുറ്റമൊന്നും പറയാനില്ല. അതൊന്നും ഉണ്ടാവില്ല. സാധ്യത പറഞ്ഞു കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? വേറെ MLA മുനീർ എന്നൽക്ക് ആണെങ്കിൽ ഒരു ആശ്ചര്യ കാൻഡിഡേറ്റ് ആയിരിക്കും. ആണ്. നല്ല മത്സരം ഉണ്ടോ? എന്തൊക്കെയാണ് എന്താ അങ്ങനെ പറയാൻ? UDFന്റെ ആളാണോ? അതുകൊണ്ടാണോ ഇതുവരെ LDF അല്ലേ വെച്ച് ഈ പ്രാവശ്യം UDF ഭരിക്കണം ആഗ്രഹം? LDF ജയിക്കാൻ സാധ്യത. ദേവർകോവിൽ അതിപ്പോ തുടർ ഭരണം വന്നത് കൊണ്ട് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ദേവർകോവിലിന്റെ MLA എന്നുള്ള നിലയ്ക്ക് ദേവർകോവിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വികസനം കാര്യങ്ങളൊക്കെ അരമന്ത്രിയായിരുന്നല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഖ്യ ചെയ്തിട്ടുണ്ട്. വളരെ സംതൃപ്തിയുണ്ട്. UDFില് MK മുനീർ ആയിരിക്കും പറയുന്നത്. അതെ, പക്ഷെ അവർക്ക് മുഖ്യമന്ത്രിയില്ലാതെ വേറെ സ്ഥാനത്തിൽ അവർക്ക് നിർത്താൻ കഴിയില്ല. ആ മണ്ഡലം പോകുന്നുള്ള ചുറ്റുപാടാണ് അവർക്കുള്ളത്. LDF എന്തെങ്കിലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ വിലയിരുത്താൻ പറ്റുള്ളൂ. നല്ല പ്രവർത്തനമാണ് നിലവിലുള്ള MLA. മൂപ്പര നല്ല അഭിപ്രായമുണ്ട് അല്ലെ ജനങ്ങൾക്കൊക്കെ. സാധ്യത കാണുന്നു. മറ്റേ സ്ഥാനാർത്ഥി നമ്മൾ കറക്റ്റ് അറിഞ്ഞിട്ടില്ല. പിന്നെ നല്ല വ്യക്തിയാണ്. നല്ല അത്യാവശ്യം നല്ല പ്രവർത്തനവും കാഴ്ചവെച്ച ഇവിടെ വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊത്ത സ്ഥാനം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കപ്പോ സർക്കാരിനെതിരാണല്ലോ ജനങ്ങൾ. അപ്പൊ ജനങ്ങളെത്തല്ലോ എടുക്കുന്നത്. ജയിക്കാന്നിപ്പോ നമുക്ക് ആരും ജയിക്കുന്നു പറയാനില്ല. UDFനാണ് മുൻഗണന കാണേണ്ടത്. സൗത്തിൽ UDFനാണ് സാധ്യത.
സൗത്ത് ഒരു MLA എന്നുള്ള നിലയ്ക്ക് അഹമ്മദ് ദേവർകോവിൽ എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കാര്യമായിട്ട് മാർക്ക് കൊടുക്കാനില്ല. ഇപ്പോഴും ലൈറ്റുകളൊക്കെ കെട്ടെടുക്കാൻ എല്ലാ സീറ്റിലേക്കും അണിഞ്ഞെടുക്കാൻ കത്തിക്കാൻ ആളില്ല. ഒരു MLA പരാജയമാണ്. പരാജയം UDF ജയിക്കാനാണ് സാധ്യത കാണും. UDF ഇന്നത്തെ നിലക്ക് UDF ജയിക്കണം. അത്രയും പരാജയമല്ല സർക്കാർ. ഇവിടെ മൊത്തത്തിൽ ഇപ്പോ UDF ജയിക്കാനാണ് സാധ്യത കാണുന്നത്. കാരണം ഈ ഭരണത്തിന്റെ 10 കൊല്ലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളില്ല, ജനങ്ങൾക്ക് കോട്ടങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ അന്തരീക്ഷവും കാരണം ജനങ്ങൾ വെറുക്കപ്പെട്ടിരിക്കുന്നു. ഭരണാധികാരികളോട് വെറുക്കപ്പെട്ട രീതിയിൽ മൊത്തത്തില് UDF തരംഗങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അപ്പം MLA എന്നുള്ള നിലയ്ക്ക് അഹമ്മദ് ദേവർകോവിൽ പ്രവർത്തനം എങ്ങനെയാണ്? MLA എന്നുള്ള നിലക്ക് കാരണം ദേവർകോവിലിന്റെ പ്രവർത്തന രീതി കാരണം മുനീറിന് മുമ്പ് മുനീർ MLA ആയിട്ട് നിന്ന അത്രയും ഒരു പുരോഗമനം ഇവിടെ ഉണ്ടാക്കാൻ MK മുനീർ മത്സരിക്കുകയാണെങ്കിൽ മുന്നേറി ജയിക്കുമോ? ഷുവറാണ് ജയിക്കും. ഇവിടെ UDF-നാണ് മുൻതൂക്കം. UDF-ന് അങ്ങനെ പറയാനുള്ള കാരണം 10 വർഷം LDF ഭരിച്ച് ഭരണത്തിന് ചെറിയ കോട്ടങ്ങളൊക്കെ ഉണ്ട്. അതിലിപ്പോ UDF-നാണ് സാധ്യത. മന്ത്രി എന്നുള്ളതില് അരമന്ത്രിയായിരുന്നു ദേവർകോവിൽ അല്ലേ? അരമന്ത്രിയായിരുന്നു. ഇപ്പൊ MLA എങ്ങനെയുണ്ട് മൂപ്പരെ പ്രവർത്തനങ്ങൾ? ഒന്നും കുഴപ്പമൊന്നുമില്ല ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തം നോക്കുമ്പോ UDF-നാണ് കേരളത്തിൽ മൊത്തത്തിൽ UDF അധികാരത്തിൽ സാധ്യതയുണ്ട്. വരും പിന്നുള്ള സൗത്തിലും അപ്പൊ അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ ശരി. ഇയാള് ഓനെ ഉള്ള മാതിരിട്ടുണ്ട്. ആണ് അല്ലാണ്ട് പ്രവർത്തനം പോരാ. എന്ത് പ്രവർത്തനം ഇവിടെ എന്താണ്ടാക്കിയ മുനീറുണ്ടാക്കിയ റോഡല്ലേ? ആണ്. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ സ്ഥലമായി ഇവിടെ. മറ്റേ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. UDF അല്ല പിന്നെ ആരെയും ഭരണം വരാനീ ഭരണത്തിൽ നൂറിൽ പരമ്പത് സീറ്റിന് ഒരു വശത്തിൽ വരും. ഊരാണ് LDF. ദേവർകോവിലാണ് LDF ജയിക്കും. അങ്ങനെ പറയാൻ നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്. ഒരു MLA നിലയ്ക്ക് മൂപ്പര് തൃപ്തിയുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷം നല്ല പുരോഗമനമാണ് ഉണ്ടാക്കിയത്. ദേവർകോവിലേക്ക് സാധ്യത 100%.